എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ വന്നിട്ടാണുള്ളത്. പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒന്നുമല്ല, കുറച്ച് സ്വർണ്ണം കാണിച്ചു തരാൻ വിചാരിച്ചു. കുറച്ചൊന്നുമല്ല, കുറച്ച് അധികം സ്വർണ്ണം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറേ വിധത്തിൽ ഇതുവരെ കാണാത്ത മോഡലുള്ള വരെ സ്വർണ്ണത്തിനെ കൊണ്ട് ഇവിടെ ആഭരണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് നമ്മുടെ ദുബായ് ദേരയിലുള്ള ഗോൾഡ് സൂക്കിലാണ്. 300-ലധികം ജ്വല്ലറികൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പോയത് കുറച്ച് ലേറ്റ് ആയതിനെ കൊണ്ട് കുറേ ഷോപ്പുകളിലൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 9:30-10 ആകുമ്പോഴത്തേക്ക് ഇവിടെ ജ്വല്ലറിയൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഞാൻ എത്തുമ്പോൾ തന്നെ 9:30 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന കുഞ്ഞു കുറച്ച് ചെറുത്, കമ്പാരിറ്റീവ്ലി വലുതിനേക്കാൾ കുറച്ച് ചെറുതായിട്ടുള്ളതാണ്. ഇനി ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും ഇത് ചെറുതല്ലല്ലോ വലുതല്ല, എന്നാൽ ഇതിനേക്കാളും വലുതിന് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടത്തിൽ ചെറുതാണ്. അപ്പം നോക്കിയാട്ടെ, ഈ മാലൻ്റെ ഒക്കെ വണ്ണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇത്ര വലിയ മാലകളൊക്കെ കാണാൻ പറ്റും. എല്ലാം മുഴുവനും സ്വർണ്ണമാണ്. അതിലൊരു മുക്കുവണ്ടോ കാര്യങ്ങളൊന്നുമല്ല, പ്യുവർ സ്വർണ്ണമായിട്ടുള്ള ഓരോ ഡിസൈനുള്ള ജ്വല്ലറികളാണ് ഈ കാണുന്നത്. എന്താ പറയുക, ഇവിടെ മാലകൾ മാത്രമല്ല കേട്ടോ, സ്വർണ്ണത്തിനെ കൊണ്ട് ഒരാൾക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാണെങ്കിലും, പിന്നെ നമ്മുടെ ഈ ബ്ലൗസസ് സ്ട്രഗൊക്കെ മോഡൽ അതുപോലത്തതാണെങ്കിലും ഉണ്ട്. പിന്നെ ബാഗൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ്. നമ്മൾ മോതിരം, വള, മാല എന്നൊക്കെയാണ് സ്വർണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ വരാം. പക്ഷേ ഇവിടെ അറബികൾ അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാകും. നോക്കൂ, നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞ മാതിരി വലിയ നീളത്തിൽ വരുന്ന ഡ്രസ്സാണെങ്കിലും നമ്മുടെ ഗൗണാണെങ്കിലും ഒക്കെ ആയിട്ട് എല്ലാവരും അടിപൊളി സാധനമാണ്. അതുമാത്രമല്ല, നമ്മുടെ കൈക്കൊക്കെ നമ്മുടെ കൈമുട്ട് തൊട്ട് കൈ മോതിരിടുന്ന വിരൽ വരെ ഇടേണ്ട വളകൾ വരെയൊക്കെ ഉണ്ട്. ഒറ്റ ഒരു ഇതിൽ തീർത്ത വള വരെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ നോക്കി, ഇതൊക്കെ ഫുൾ സ്വർണ്ണമാണ്, പ്യുവർ സ്വർണ്ണം. ഹാൻഡ് ബാഗ് മാത്രമല്ല കേട്ടോ, വേറെ എന്തൊക്കെയോ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവന് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് എൻ്റെ ഉമ്മ ഇവിടെ വന്ന ടൈമിൽ ഒരു 3 വർഷം മുന്നേ ഒക്കെയാണ് വന്നത്. ഉമ്മാനൊക്കെ ഇവിടെ കൊണ്ടുപോയാലോ ഉമ്മ പറഞ്ഞ് ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ ഒരു ഷോക്ക് ഉണ്ടാക്കി വെക്കുന്നതാണോ എന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, അറബികൾ അവരുടെ വെഡ്ഡിങ്ങിനൊക്കെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ യൂസ് ചെയ്യും. ഇതുപോലെ വലിയ നമ്മുടെ ഡ്രസ്സ് പോലെ കണക്കൊക്കെ ഉള്ള മാലകളാണെങ്കിലും, പിന്നെ നമ്മുടെ ഈ ഫേസ് കവറാണെങ്കിലും, ഷോളാണെങ്കിലും, ഇവിടുത്തെ അറബികളൊക്കെ അതൊക്കെ അവരുടെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യും. ഇത് മെയിൻ എനിക്ക് തോന്നുന്ന അറബികളൊക്കെ തന്നെയാണ് ഇത് വാങ്ങിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മലയാളീസൊക്കെ ഇത്ര വലിയ സ്വർണ്ണമാലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളിതുവരെ വീഡിയോസിലൊക്കെ കാണുന്നവർ ഇത്ര വലിയതൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ എന്താ പറയുക, ഞാനൊരു ജ്വല്ലറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐഫോണിൻ്റെ കവർ, അത് വരെക്കും സ്വർണ്ണത്തിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തൊക്കെയോ ഉണ്ട്, കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. മോതിരത്തിൻ്റെ ഒക്കെ വണ്ണം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണങ്ങ് മഞ്ഞളിച്ചോ, അത്രക്കും വണ്ണമുണ്ട്. ഞാൻ വിചാരിക്കും ഈ മോതിരമൊക്കെ ഇങ്ങനെ വണ്ണത്തിൽ ഉണ്ടാക്കിയിട്ട് ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതാ ഈ ഒരു സ്റ്റാച്ചു നോക്കിയാട്ടെ, എല്ലാവരും അത് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫേസ് കവറാണെങ്കിലും ഷോളൊക്കെ ഫുൾ പ്യുവർ സ്വർണ്ണത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ കുറേ ജ്വല്ലറീസ് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അൻഷിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ജസ്റ്റ് ഒരു ജ്വല്ലറി കയറിയിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ വെയിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാമല്ലോ. കാരണം നമ്മൾക്കൊരു അത്ഭുതം ഉണ്ടാവുമല്ലോ ഇതിൻ്റെ വെയിറ്റൊക്കെ എത്രയാണെന്നൊക്കെ അറിയാൻ. അങ്ങനെ ഞാനൊരു ഇതിൻ്റെ അല്ല, എന്നാൽ ഇതിൽ കുറച്ചൊരു ചെറിയായിട്ടുള്ള ഒരു മാല, കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ കുറച്ച് ചെറുത്, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. 2000 ഗ്രാമൊക്കെയാണ് അവർ പറയുന്നത്. അവർ ഗ്രാം കണക്കാണ് പറയാം. അപ്പോൾ 2000 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഒരു 300 പവൻ്റെ ഒക്കെ അടുത്തൊക്കെ വരും. അപ്പം ഞാൻ ചിന്തിക്കുക, ഒറ്റൊരു മാല 300 പവനൊക്കെ, അതൊക്കെ മനുഷ്യന്മാർക്ക് ഇടാൻ പറ്റുമെന്ന് പോലും ഞാൻ ചിന്തിച്ച് പോയിരിക്കുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ. കാരണം നല്ല ഭംഗി, കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ. പക്ഷേ ഇതൊരു യൂസിങ് പർപ്പസിലേക്ക് വരുമ്പോഴുള്ള ഞാൻ ആലോചിക്കുക ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്.
ഇതുപോലെ സ്വർണ്ണത്തിൻ്റെ ഷോപ്പുകൾ മാത്രമല്ല കേട്ടോ, നിരവധി ഡയമണ്ട് ജ്വല്ലറി വിൽക്കുന്ന കുറേ ഷോപ്പുകൾ വേറെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 300-ലധികം ജ്വല്ലറി ഷോപ്പുകളുണ്ട്. അതിലെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഡയമണ്ടിൻ്റെ ഉണ്ട്, സിൽവർ ഉണ്ട്, പ്ലാറ്റിനം വേണമെങ്കിൽ അതുണ്ട്. പക്ഷേ കൂടുതലും നമ്മുടെ പ്യുവർ സ്വർണം വിൽക്കുന്ന ഷോപ്പുകൾ തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ ഇതാ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബൂട്ട്സൊക്കെ ചെയ്ത് വെച്ചിട്ടാണെന്നില്ലേ, സ്വർണത്തിൻ്റെ ഷൂവും പിന്നെ ബോളാണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല കുറേ ബേർഡ്സിൻ്റെതും മൃഗങ്ങളൊക്കെ സ്റ്റാച്യൂസ്, കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫുൾ സ്വർണ്ണമാണെന്ന് അവർ പറഞ്ഞത്. പ്യുവർ സ്വർണം വെച്ചിട്ടുണ്ടാക്കിയതാണെന്ന്. കുറേ ബേർഡ്സിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങൾ ടൈഗറും ലയണും അതിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കുറച്ച് മിനിമൽ ആയിട്ടുള്ള സ്വർണ്ണങ്ങൾ, അതായത് വലിയ വണ്ണുള്ളതല്ല, നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വർണം വിൽക്കുന്നൊരു ഷോപ്പാണ്. പിന്നെ ഉള്ളത് മൊത്തം ഇതുപോലത്തെ ഷോപ്പുകൾ തന്നെയാണ്, വലിയ വലിയ ഡ്രസ്സ് കണക്കുള്ള സ്വർണ്ണങ്ങളൊക്കെ വിൽക്കുന്നത്. അതുപോലെ ഈ ഷോപ്പിൽ ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഐഫോണിൻ്റെ ഫോൺ കവർ ആ ഒരു ഷേപ്പിൽ വരെ സ്വർണ്ണത്തിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഭംഗിയുണ്ട്, അത് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷെ എനിക്കറിയില്ല അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ 12 Pro Maxൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കുറേ വളകളുണ്ട്. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. അതായത് ഇതൊരു മോതിരാണ്. ആർക്കെങ്കിലും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു മോതിരാണെന്നുള്ളത്. അത് 60 കിലോ 63 കിലോ എന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ട് കാണാം 63 കിലോ ഭാരമുള്ള ഒരു സ്വർണ്ണ മോതിരാണ് അത്. അതിന് ഇവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഡ്രസ്സാണെങ്കിലും ബാഗാണെങ്കിലും നമ്മൾ സ്റ്റാച്ചുവിന് ഇട്ട് കൊടുത്ത് കാണാൻ പറ്റും. ആ സ്വർണ്ണവും ബാഗൊക്കെ പ്യുവർ, ആ ഡ്രസ്സും ബാഗൊക്കെ പ്യുവർ സ്വർണ്ണമാണ്. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഈ ബാഗൊക്കെ എന്ത് ഭംഗിയാണ് കാണാനെന്നുള്ളത്. അതുപോലെ തന്നെ വേറെയും കുറേ ഞാൻ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ, നമ്മുടെ വേറെ കുറേ നമ്മുടെ പ്രതിഷ്ഠകൾ ഹിന്ദുസൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഫേമസ് ആയിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബുദ്ധൻ്റെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പ്രതിമകൾ അതവർ സ്വർണം വെച്ചിട്ടുണ്ടാക്കിയത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ജ്വല്ലറി കയറിയിട്ട് ഞാൻ ജസ്റ്റ് വെയിറ്റൊക്കെ ചോദിച്ചത് ഈ ഒരു ജ്വല്ലറിയിലാണ് കയറിയത്. ഞാൻ വെറുതെ അവിടുത്തെ നമ്മുടെ നോർമൽ മലബാർ ഗോൾഡിലൊക്കെ കാണുന്ന പണിക്കൂലി തന്നെയാണോ കമ്പാരിറ്റീവ്ലി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. അവർ നല്ല സപ്പോർട്ടായിരുന്നു വീഡിയോസ് എടുക്കാനൊക്കെ. അവർ പറഞ്ഞ എല്ലാ വീഡിയോസ് എടുത്തു, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. ഈ മേലയിലൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ട് കാണുന്നില്ല സ്വർണ്ണമൊക്കെ, ഈ ഇങ്ങനെ തൂക്കി വെച്ചപ്പോൾ കണ്ടപ്പോൾ അനുഷി പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തൂക്കി വെക്കുന്നത് കായ്ക്കൊലയില്ലാന്ന്, ഇവിടെ സ്വർണ്ണമൊക്കെയാണ് ഇങ്ങനെ തൂക്കി വെക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ നിരവധി വളകളാണെങ്കിലും എനിക്കിതിലൊരു ഹാഫ് ബാങ്കിൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഒരു 1.5 പവനാണെന്ന് തോന്നുന്നത്. അതിൻ്റെ പണിക്കൂലി അവർ പറഞ്ഞത് 500 dirhams ആണ്. ആ ഒരു സെയിം സാധനം മലബാർ ഗോൾഡിലൊക്കെ ആണെങ്കിലും ആ ഒരു റേറ്റ് തന്നെയാണ് ഉണ്ടാവുക, ആ ഒരു പണിക്കൂലി തന്നെയൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ അവർ പറയുന്നുണ്ട് നമ്മൾ ഡിസ്കൗണ്ടൊക്കെ ചെയ്തുതരാം എടുക്കുമെങ്കിലും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചതാണ്, പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ട് എടുക്കാൻ പറഞ്ഞു. ഈ ഒരാളായിരുന്നു, നല്ല യമനിയാണ് ആൾ, നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാം കാണിച്ചു തരാണെങ്കിലും എല്ലാം നോക്കാനാണെങ്കിലും വെയിറ്റും റേറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്പെഷ്യലി നമ്മൾ ലേഡീസിന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ലേഡീസിന് സ്വർണ്ണത്തിനോടാണല്ലോ കൂടുതൽ താല്പര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏതൊക്കെ സ്വർണ്ണമാണ് ഇഷ്ടപ്പെട്ടത്, എങ്ങനെയുണ്ട് ഇതൊക്കെ എന്നുള്ളത് എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്